മാർവൽ സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനിൽ 2004 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിമാണ് സ്പൈഡർമാൻ 2. ടോബി മാർഗറിയുടെ സ്പൈഡർമാൻ സിനിമകളിലെ രണ്ടാം സിനിമയായ സ്പൈഡർമാൻ 2 എന്ന ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിന്റെ ആദ്യ സിനിമയായ സ്പൈഡർമാൻ 1 ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം രണ്ടാം സിനിമ കാണാൻ ശ്രമിക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, നമ്മുടെ ചാനലിൽ ചെയ്ത സ്പൈഡർമാൻ 1ന്റെ അവസാനം മേരി ജെയിൻ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന് തിരിച്ചറിയുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു തെറ്റുപറ്റിയതാണ്. യഥാർത്ഥത്തിൽ ആദ്യ ഭാഗത്ത് പീറ്റർ ആണ് സ്പൈഡർമാൻ എന്ന് മേരി ജെയിൻ തിരിച്ചറിയുന്നില്ല. സജേഷ് എന്ന ഒരു ബ്രോയുടെ കമന്റിലൂടെയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സജേഷ് ബ്രോയ്ക്ക് ഒരു പ്രത്യേക നന്ദി. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പീറ്ററിനെയാണ്. അവൻ രാവിലെ ജോലി ചെയ്യാനായി അവന്റെ കടയിലേക്ക് വരുന്നു. അവനിപ്പോൾ ഒരു ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയാണ്. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയായിരുന്നുവെന്നും സിറ്റിയിലെ വലിയൊരു കമ്പനി നമ്മുടെ പിസ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായി കൊടുത്തെങ്കിലേ നമ്മുടെ കടയ്ക്ക് നല്ല നിലവാരം കിട്ടുള്ളൂ എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ആ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കാനും അയാൾ പറയുന്നു. അവർ ഓർഡർ ചെയ്ത സമയമാവാൻ 7 മിനിറ്റ് കൂടിയുള്ളെന്നും എങ്ങനെയെങ്കിലും അതിനു മുമ്പ് അവിടെ എത്തിക്കണമെന്നും അയാൾ പറയുകയും പീറ്റർ ബൈക്കും എടുത്ത് ഡെലിവറി ചെയ്യാനായി പാഞ്ഞു പോവുകയും ചെയ്യുന്നു. പല അപകടങ്ങളിൽ നിന്നൊക്കെ അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവൻ സമയം നോക്കുമ്പോൾ ഇനി 2 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ഇതോടെ അവൻ തന്റെ സ്യൂട്ട് എടുത്തിട്ട് പിസ ഡെലിവറിക്കായി പോകുന്നു. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികളുടെ നേർക്ക് ഒരു ലോറി വരുന്നത് കണ്ട് അവൻ അവരെ രക്ഷിക്കാനായി അവിടേക്ക് ചെല്ലുകയും കൃത്യസമയത്ത് രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെയും അവൻ ആ പിസയുമായി ഡെലിവറി ചെയ്യാൻ പോവുകയും ഒടുവിൽ ഓർഡർ ചെയ്ത കമ്പനിയുടെ സ്റ്റോർ റൂമിലൂടെ ഉള്ളിലേക്ക് കയറി വരികയും ചെയ്യുന്നു. സാധനം അവരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ക്ലോക്കിൽ നോക്കിയ ശേഷം ഒരുപാട് താമസിച്ചു പോയെന്നും ഇതിന് ക്യാഷ് തരാൻ പറ്റില്ലെന്നും അവർ പറയും. ഇതോടെ അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. പിസ്സ ഹട്ടിൽ ചെല്ലുമ്പോൾ മുതലാളി അവനെ വഴക്ക് പറയുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ സൽപ്പേരെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നീ കളഞ്ഞുവെന്നും ഇനി നിനക്ക് ഇവിടെ ജോലിയില്ലെന്നുമൊക്കെ അയാൾ പറയുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ അവൻ പറയുമെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ പഠിക്കുന്ന കോളേജിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് അവിടെ വെച്ച് അവൻ തന്റെ സാറിനെ കാണുകയും നീ എവിടേക്കാണെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലേക്കാണെന്നും പറയുന്നു. എന്റെ ക്ലാസ്സൊക്കെ എപ്പോഴേ കഴിഞ്ഞുവെന്നും നീ ഇപ്പോ പഠിത്തത്തിൽ മഹാ ഉഴപ്പായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ സാർ പറയുന്നു. നിനക്കിപ്പോ ഭയങ്കര മാറ്റങ്ങളാണ്. മുമ്പൊക്കെ നീ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ഇപ്പോ എപ്പോഴും എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതുപോലെയും എന്തൊക്കെയോ ഭാരങ്ങൾ എടുത്ത് തലയിൽ വെച്ചതുപോലെയും ഒക്കെയാണ് നിന്റെ പെരുമാറ്റം. എക്സാം അടുക്കാറായി. നല്ല രീതിയിൽ പഠിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് തോൽപ്പിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയും. അങ്ങനെ അന്ന് രാത്രി അവൻ തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ സർപ്രൈസ് ആയി അവന്റെ കൂട്ടുകാരും അമ്മുമ്മയും ഒക്കെ നിൽക്കുന്നു. എന്താ വിശേഷമെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് അവർ പറയുന്നു. അവിടെ മേരി ജെയിനും ഹാരിയും ഒക്കെ നിൽക്കുകയാണ്. അവരെയൊക്കെ അവൻ കാണുകയും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യും. നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു, നീ എന്താ എന്റെ കോളൊന്നും എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ തിരക്കായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെ അമ്മുമ്മ വെള്ളമൊക്കെ കൊടുത്ത് അവർ അപ്പുറത്തേക്കിരുന്ന് വർത്താനമൊക്കെ പറയുകയാണ്. അച്ഛന്റെ കമ്പനി ഇപ്പോൾ നോക്കുന്നത് ഞാനാണെന്നും നമ്മളിപ്പോൾ പുതിയൊരു പരീക്ഷണത്തിന്റെ പിറകെയാണെന്നും ഒക്കെ ഹാരി പറയുമ്പോൾ പുതിയ പരീക്ഷണം ആരാണ് ചെയ്യുന്നതെന്ന് പീറ്റർ ചോദിക്കുന്നു. ഒക്ടാവിയസ് എന്ന ഒരാളാണെന്നും അദ്ദേഹം നമ്മുടെ കമ്പനിയെ എന്റെ അച്ഛൻ സ്വപ്നം കണ്ടതിനേക്കാൾ നല്ല രീതിയിലാക്കുമെന്നും ഒക്കെ ഹാരി പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ നീ ഇപ്പോഴും സ്പൈഡർമാന്റെ പടമൊക്കെ എടുക്കാറുണ്ടല്ലേ എന്ന് ഹാരി ചോദിക്കുന്നു. വല്ലപ്പോഴും ഒക്കെ എടുക്കുമെന്നൊക്കെ പീറ്റർ പറയുമ്പോൾ അവനാണ് എന്റെ അച്ഛനെ കൊന്നതെന്നും അവനോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ടെന്നും നീ എന്റെ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അവൻ ആരാണെന്ന് എന്നോടൊന്ന് പറയാനുമൊക്കെ ഹാരി പറയുന്നു. എന്നാൽ അവൻ ഹാരിയോട് അത് പറയാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അന്നത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് അവൻ അമ്മുമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം അവരോട് അവൻ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നതിനിടെ ബർത്ത്ഡേ സമ്മാനമായി അവർ അവന് കുറച്ച് പൈസ കൊടുക്കുകയും അവൻ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് നീ വാങ്ങിയേ പറ്റുള്ളൂ എന്നും എല്ലാ ബർത്ത്ഡേക്കും നിന്റെ അങ്കിൾ നിനക്കിത് തന്നിരുന്നുവെന്നും ഇപ്പോൾ നിന്റെ അങ്കിളിനെ ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്നും അടുത്ത മാസം അദ്ദേഹം മരിച്ചിട്ട് 2 വർഷം തികയുകയാണെന്നും ഒക്കെ പറഞ്ഞ് അവർ കരയുകയാണ്. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിരുന്ന ആളല്ല, എന്നിട്ടും അദ്ദേഹത്തെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ അയാളോട് ഒരിക്കലും ദൈവം പൊറുക്കില്ലെന്നൊക്കെ അവർ പറയും. ഇത് കേട്ട് പീറ്ററിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അന്ന് അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ മേരി ജെയിൻ അവന്റെ അടുത്തേക്ക് വരുന്നു. നീ ഇപ്പോ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ടല്ലേ, ഒരു സെലിബ്രിറ്റിയെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ഉയരങ്ങളിലേക്ക് നീ പോകട്ടെ എന്നൊക്കെ പീറ്റർ പറയുമ്പോൾ എനിക്ക് നിന്നെ ഇതുപോലൊരു സമയത്ത് ഒറ്റയ്ക്ക് കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്നും നിനക്ക് എന്നോട് എന്തൊക്കെയോ ഓവർ അടുപ്പമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ടെന്നും അതുകൊണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ തുറന്നു പറയണമെന്നുമൊക്കെ മേരി ജെയിൻ പറയുന്നു. എന്നാൽ പീറ്റർ ഒന്നും പറയാതെ കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്നു. അവൻ സ്പൈഡർമാൻ ആയതുകൊണ്ട് ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഏത് നിമിഷവും മരണം സംഭവിക്കാനുള്ള ചാൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ അവളോട് ഇഷ്ടം തുറന്നു പറയാത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറയാൻ അവൾ പിന്നെയും നിർബന്ധിക്കുകയും അങ്ങനെ ഒന്നുമില്ലെന്നും നീ എന്റെ ഫ്രണ്ട് മാത്രമാണെന്നും പീറ്റർ പറയുകയും ചെയ്യുന്നു. ഇതോടെ
ഇതോടെ അവൾ തിരിഞ്ഞു നടക്കുകയും ഇനി നിന്നോട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കില്ലെന്നും ഞാൻ ഉടൻ തന്നെ മറ്റൊരാളുമായി ബന്ധത്തിലാവുമെന്നും അവൾ പറയും. ഇതോടെ അവന് ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുന്നു. ഹാരി പീറ്ററിനെയും കൊണ്ട് അവന്റെ കമ്പനിയിൽ പരീക്ഷണം നടത്തുന്ന ഡോക്ടർ ഒക്ടോവിയസിനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഹാരി പീറ്ററിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളെപ്പറ്റി ഒരു പ്രബന്ധം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ പുതിയ പരീക്ഷണത്തെ പറ്റി മനസ്സിലാക്കാനാണ് വന്നിരിക്കുന്നതെന്നുമൊക്കെ അവൻ പറയുന്നു. നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കാനും ഈ പരീക്ഷണം വിജയമാക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും ഞാൻ പോകുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഹാരി അവിടെ നിന്ന് പോകുന്നു. നിന്നെപ്പറ്റി ഹാരി എന്നോട് പറഞ്ഞിരുന്നു, നീ കെമിസ്ട്രിയിലൊക്കെ നല്ല ബുജിയാണെന്നും നല്ല അറിവുണ്ടെന്നുമൊക്കെ എനിക്കറിയാം. ഇതാണ് ഫ്യൂഷൻ ഉപയോഗിച്ച് ഞാൻ തുടങ്ങാൻ പോകുന്ന സംഭവം. ഇതെന്തായിരിക്കുമെന്ന് നീ തന്നെ ഒന്ന് ഊഹിച്ചു പറയാൻ പീറ്ററിനോട് അദ്ദേഹം പറയുകയും പീറ്റർ അതിനെപ്പറ്റി പറയുകയും ചെയ്യുന്നു. ചുറ്റുമുള്ള ദണ്ഡുകൾക്കിടയിൽ അറ്റോമിക് ഫ്രീക്വൻസിയെ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് കൂടുതൽ ശക്തി കിട്ടും. അങ്ങനെ നല്ലൊരു ഊർജം ഇതിൽ നിന്ന് ഉണ്ടാവുമെന്ന് അവൻ പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാണെന്നും സൂര്യൻ ഭൂമിക്ക് തരുന്നത് പോലെയുള്ള ഒരു ശക്തി അതിന് കിട്ടുമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ അന്ന് അവർ ആ പരീക്ഷണത്തെ പറ്റി ഒരുപാട് നേരം സംസാരിക്കുന്നു. എനിക്ക് ഇതിനെപ്പറ്റിയെല്ലാം മനസ്സിലായി, പക്ഷേ വിചാരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ വലിയ പ്രശ്നമല്ലേ എന്ന് പീറ്റർ ചോദിക്കുമ്പോൾ നീ പറഞ്ഞത് ശരിയാണെന്നും ചെറിയ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കും. അതുമൂലം ചിലപ്പോ ഈ നാടിന് തന്നെ ആപത്ത് സംഭവിച്ചേക്കാം. പക്ഷേ നീ അങ്ങനെയൊന്നും പേടിക്കണ്ട. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അത് എങ്ങനെ നല്ലതുപോലെ പ്രവർത്തിപ്പിക്കാമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ അന്ന് രാത്രി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴുകുന്ന പീറ്റർ തന്റെ മാസ്ക് ഒക്കെ ആദ്യം ആരും കാണാതെ പുറത്തെടുക്കുന്നു. ശേഷം മറ്റുള്ള തുണി എടുത്ത് നോക്കുമ്പോൾ അവന്റെ നിക്കറിൽ ഉൾപ്പെടെ മുഖംമൂടിയുടെ കളർ പതിഞ്ഞിരിക്കുകയാണ്. അന്ന് വീട്ടിലെത്തിയ ശേഷം അവൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേരി ജെയിൻ അഭിനയിക്കുന്ന നാടകം കാണാൻ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അവിടെ മേരി ജെയിൻ അഭിനയിക്കുന്ന നാടകം തുടങ്ങാറായിരിക്കുന്നു. ആളുകളെല്ലാം നാടകം കാണാൻ വേണ്ടി തിരക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന മേരി ജെയിനോട് നീ സാധാരണയേക്കാൾ നന്നായി ഒരുങ്ങുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും പീറ്റർ ഇന്ന് വരാൻ ചാൻസ് ഉണ്ടെന്നും അവന് ഇന്നത്തെ ലുക്ക് കണ്ടിട്ടെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടട്ടെ എന്നുമൊക്കെ അവൾ പറയുന്നു. പീറ്റർ കുറച്ച് പൂക്കൾ പൈസ കൊടുത്തൊക്കെ അവൾക്ക് കൊടുക്കാൻ മേടിക്കുകയാണ്. എന്നാൽ കടക്കാരൻ അവൻ കൊടുത്ത പൈസയ്ക്ക് 3 പൂ മാത്രം അവന്റെ കയ്യിൽ കൊടുത്തുവിടും. ശേഷം നാടകത്തിന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ പിറകെ ഒരു കാർ പാഞ്ഞു വരുന്നതായി കാണുകയും അവൻ കഷ്ടിച്ച് അതിൽ നിന്ന് ചാടി മാറി രക്ഷപ്പെടുകയും ചെയ്യും. അവിടെയാണെങ്കിൽ 2 കള്ളന്മാരെ പിടിക്കാനായി പോലീസ് പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കള്ളന്മാർ പോലീസിന്റെ നേർക്ക് തോക്കെടുത്ത് വെടിവെക്കുകയും പോലീസിന്റെ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പിറകെ വന്ന കാറിന്റെ നിയന്ത്രണം വിട്ട് തെന്നി നീങ്ങി അവിടെ കൂടി നിന്ന ആളുകളുടെ മുകളിലേക്ക് വീഴാൻ പോകുന്നു. അവർ പേടിച്ചു പോകുമെങ്കിലും ആ കാർ അതുപോലെ തന്നെ സ്പൈഡർമാൻ വലയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പീറ്റർ ആ കള്ളന്മാരെ പിടിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. അവനെ കാണുന്ന കള്ളന്മാർ അപ്പോൾ തന്നെ തോക്കെടുത്ത് വെടിവെക്കുന്നു. എന്നാൽ അവൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോവുകയും അവരുടെ കാറിൽ ചാടിയെത്തിയ ശേഷം 2 പേരെയും വലയിൽ കെട്ടി മുകളിലെ പോസ്റ്റിൽ തൂക്കിയിടുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കള്ളന്മാരുടെ കാറുമായി നാടകം നടക്കുന്ന സ്ഥലത്ത് പീറ്റർ എത്തിയിരിക്കുകയാണ്. ഉടൻ പോലീസ് വന്ന് ഇവിടെ കാറിങ്ങനെ പാർക്ക് ചെയ്താൽ ഞാൻ കെട്ടിവലിച്ചുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് പീറ്റർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ ഉള്ളിലേക്ക് ചെന്ന് ടിക്കറ്റ് കാണിച്ച് കയറാൻ നോക്കുമ്പോൾ അതിനുള്ള സമയം കഴിഞ്ഞു എന്നും ഇനി അകത്തേക്ക് വിടില്ലെന്നുമൊക്കെ അയാൾ പറയുന്നു. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ കയറ്റിവിടാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പീറ്റർ പുറത്ത് അവളെയും കാത്തു നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞ് നാടകം തീർന്ന് എല്ലാവരും പുറത്തേക്ക് വരികയും പീറ്റർ നോക്കുമ്പോൾ മേരി ജെയിൻ പുറത്തേക്ക് വരുന്നതായി കാണുകയും ചെയ്യും. തന്നെയായിരിക്കും അന്വേഷിക്കുന്നതെന്ന് അവൻ വിചാരിച്ചു നിൽക്കുന്നതിനിടെ അവിടേക്ക് വന്ന മറ്റൊരാളെ അവൾ ഉമ്മയൊക്കെ വെക്കുകയും അവനോടൊപ്പം പോകുന്നതും കണ്ട് പീറ്ററിന് ആകെ വിഷമമാവും. പെട്ടെന്ന് അതുവഴി പോലീസ് വണ്ടി പോകുന്നത് കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ നേരെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ചെന്ന് തന്റെ ഡ്രസ്സൊക്കെ മാറി പോലീസ് പോകുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ വലയിട്ടിട്ട് കിട്ടാതെ വരികയും നേരെ താഴേക്ക് ചെന്ന് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ശേഷം എഴുന്നേൽക്കുന്ന അവന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൻ അവിടേക്ക് ചെന്ന് നിന്ന് വല വിടാൻ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയുന്നില്ല. ഇതോടെ അവൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ എത്താൻ മറ്റെന്തെങ്കിലും വഴി നോക്കിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാവുകയും അവൻ അവിടെയുള്ള ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയും ചെയ്യുന്നു. അവന്റെ കോലം കണ്ട് അതിൽ നിൽക്കുന്ന ആൾ ഈ വേഷം നന്നായിട്ടുണ്ടെന്നും കറക്റ്റ് സ്പൈഡർമാനെ പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നും ഒക്കെ പറയും. അങ്ങനെ പിറ്റേന്ന് പീറ്റർ ഫോണിലൂടെ മേരി ജെയിന് വോയിസ് മെസ്സേജ് അയക്കുന്നു. ഞാൻ ഇന്നലെ വരാത്തതിൽ നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വരാനായി ഞാൻ ഒരുപാട് തയ്യാറെടുത്തതായിരുന്നു. അവിടെ എത്തുകയും ചെയ്തു. പക്ഷേ സെക്യൂരിറ്റി എന്നെ കയറ്റിവിട്ടില്ല. നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ പറയുന്നതിനിടെ ഫോണിന്റെ പൈസ തീരുന്നു. അവൻ ഇഷ്ടമാണെന്ന് പറയുമോന്നറിയാനായി മേരി ജെയിൻ ശ്രദ്ധിച്ചു നിൽക്കുമെങ്കിലും അത് പറയുന്നതിന് മുമ്പ് മെസ്സേജ് കട്ടാവുന്നു. അങ്ങനെ അന്ന് ഡോക്ടർ ഒക്ടോവിയസ് തന്റെ പരീക്ഷണം എല്ലാവരുടെയും മുന്നിൽ കാണിക്കാൻ പോവുകയാണ്. പീറ്ററും അവിടെ എത്തിയിട്ടുണ്ട്. ഫ്യൂഷൻ ഉപയോഗിച്ച് ഊർജ്ജമുണ്ടാക്കി പ്രവർത്തിക്കുന്ന എന്റെ പരീക്ഷണം കാണാനാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ആ പരീക്ഷണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഉപകരണം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇതുപയോഗിച്ചാണ് ഞാൻ എന്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം കാണിക്കുന്നത്.
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ കയറി നിന്ന് ഓണാക്കുന്നു. ഇതോടെ ആ മെഷീൻ പൂർണ്ണമായി അയാളുടെ ദേഹത്തേക്ക് തറച്ച് കയറിയിരിക്കുകയാണ്. ശേഷം അദ്ദേഹം അതിന്റെ കൈകൾ അനക്കാൻ തുടങ്ങുകയും അവരോട് അതിനെപ്പറ്റി പറയുകയും ചെയ്യും. ഞാൻ കണ്ടുപിടിച്ച ഫ്യൂഷനെ മനുഷ്യന്റെ കൈകൾ ഉപയോഗിക്കാതെ തന്നെ ഈ ഇരുമ്പ് കൈകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. തലച്ചോറിലെ ഒരു നാഡി വഴിയാണ് ഞാൻ ഇതിന്റെ കൈകളെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചിപ്പ് ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഈ കൈകളുടെ എങ്ങാനും കൺട്രോൾ പോയി കഴിഞ്ഞാൽ ഈ ചിപ്പ് ഉപയോഗിച്ച് എനിക്കിതിനെ പൂർണ്ണമായി ഓഫ് ആക്കാൻ കഴിയും എന്ന് പറഞ്ഞ ശേഷം അയാൾ കണ്ടുപിടിച്ച പരീക്ഷണം എല്ലാവരെയും കാണിക്കാനായി പോവുകയാണ്. അങ്ങനെ അയാൾ അതിന്റെ അടുത്തേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയും അതിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക മുത്തെടുത്ത ശേഷം ഭൂമിയിലെ തന്നെ വളരെ അമൂല്യമായ ഈ ട്രിഡിയമാണ് ഊർജം തരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും അതിലേക്ക് പ്രത്യേക മാഗ്നറ്റ് കടത്തിവിടുന്നു. ഇതോടെ അതിൽ റിയാക്ഷൻ സംഭവിച്ച് ഒരു സൂര്യൻ പോലെ ആവുകയും ഇത് കണ്ട് എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയുള്ളത് ഒരു സൂര്യന്റെ അത്രയും ശക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പീറ്റർ നോക്കുമ്പോൾ അവിടെയുള്ള ഇരുമ്പ് വസ്തുക്കളെല്ലാം അതിലേക്ക് കയറി പോകുന്നതായി കാണുന്നു. പെട്ടെന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഇരുമ്പ് സാധനങ്ങളും അതിലേക്ക് കയറി പോകുന്നു. അവിടെയുള്ള എല്ലാ ഇരുമ്പ് സാധനങ്ങളും അതിലേക്ക് കയറി പോകുന്നതോടെ അതിന്റെ ഫിഷൻ റിയാക്ഷൻ പരിധി വിട്ടുപോവുകയും സിസ്റ്റം മൊത്തം ഫെയിൽ ആവുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അപകടം മനസ്സിലാക്കി പീറ്റർ അവിടെ നിന്ന് പോകുന്നു. അതെങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് നിർത്താൻ ഹാരി ഉറക്കെ വിളിച്ചു പറയുകയും എന്നാൽ അയാൾ അതൊന്നും കേൾക്കാതെ പരീക്ഷണം തുടരുകയും ചെയ്യുന്നു. പെട്ടെന്ന് സ്പൈഡർമാൻ അവിടേക്ക് വരികയും ഞാൻ പ്ലഗ് ഊരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സ്പൈഡർമാനെ അടിച്ച് തെറിപ്പിക്കുന്നു. പെട്ടെന്ന് അതിന്റെ ശക്തി കൂടി അവിടെയുള്ള ചില്ലെല്ലാം പൊട്ടിത്തെറിക്കുകയും ആ ചില്ല് നേരെ വന്ന് ഒക്ടോവിയസിന്റെ വൈഫിന്റെ ദേഹത്തേക്ക് തറയ്ക്കുകയും ചെയ്യുന്നു. അയാൾ നോക്കുമ്പോൾ വൈഫ് അവിടെ മറിഞ്ഞു വീണിരിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്നതിനിടെ ഊർജ്ജം മുഴുവൻ അയാളുടെ ദേഹത്തേക്ക് കയറുകയും കൈകൾ കൺട്രോൾ ചെയ്യുന്ന ചിപ്പ് തകർന്നു പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും സ്പൈഡർമാൻ നേരെ ചെന്ന് പവർ പ്ലഗ് മുഴുവൻ ആഞ്ഞു വലിക്കുകയും എല്ലാം വലിച്ചു പറിച്ചെടുക്കുന്നതോടെ മൊത്തം ഫിഷനും ഓഫായി പോവുകയും ചെയ്യും. അങ്ങനെ അവിടെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോവിയസിന്റെ ഭാര്യ മരിച്ചിരിക്കുന്നു, എല്ലാം തകർന്നടിഞ്ഞു എന്നും എന്റെ കമ്പനിയുടെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഹാരി ആകെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒക്ടോവിയസിനെയാണ്. അയാളിപ്പോൾ ആശുപത്രിയിലാണ്. ഈ മെഷീനിലുള്ള സൂചികൾ അയാളുടെ സ്പൈനൽ കോഡ് വരെ തുളച്ചു കയറിയിട്ടുണ്ടെന്നും ഓപ്പറേഷന് മുമ്പായി ഈ ഇരുമ്പ് കൈകൾ അറുത്തു മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് അവർ അത് മുറിക്കാൻ തയ്യാറാവുകയും എന്നാൽ മുറിക്കുന്നതിന് തൊട്ടു മുമ്പായി ആ കൈ ഡോക്ടറെ അടിച്ച് തെറിപ്പിക്കുകയും ചെയ്യും. ഉടൻ ആ ഓപ്പറേഷൻ തിയേറ്റർ മുഴുവൻ അയാളുടെ കൈകൾ തകർത്ത് തരിപ്പണമാക്കുകയും അവിടുത്തെ ഡോക്ടർമാരെയും നഴ്സുമാരെയും എല്ലാം അടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാളെ പോലും വിടാതെ അവിടെയുള്ള എല്ലാവരെയും അയാളുടെ കൈകൾ അടിച്ച് പഞ്ചറാക്കുന്നു. ഒക്ടോവിയസ് അപ്പോഴെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും തകർത്ത ശേഷം അല്പം കഴിഞ്ഞ് അയാളുടെ ബോധം വരികയും അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ മുഴുവൻ തകർന്ന് കിടക്കുന്നത് കണ്ട് ഉറക്കെ നിലവിളിക്കുകയും ചെയ്യുന്നു. ശേഷം അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും വെളിയിലെത്തുന്ന അയാൾക്ക് നേരെ ഒരു കാർ വരുന്നത് കണ്ട് അയാൾ പേടിക്കുമ്പോൾ ആ കൈകൾ അതിനെ അടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാവാതെ ഒക്ടാവിയസ് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ പത്ര ഓഫീസാണ്. സ്പൈഡർമാന്റെ വാർത്ത ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പുതിയ ഒരുത്തം കൂടി നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നും അവന്റെ വാർത്ത കൊടുക്കാൻ വേണ്ടി ഫോട്ടോസ് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റുള്ളൂ എന്നും മാനേജർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പീറ്റർ അവിടേക്ക് കയറി വരുന്നു. നിന്നെ ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു എന്നും എത്രയും പെട്ടെന്ന് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്ന ആ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോ എടുക്കണമെന്നും അയാളുടെ അടുത്ത് സ്പൈഡർമാൻ ഉണ്ടായിരുന്നതായി അറിഞ്ഞുവെന്നും അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും സ്പൈഡർമാനെ കൂട്ടുപിടിച്ച് വാർത്ത കൊടുക്കാനായി ആ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ എന്നുമൊക്കെ അയാൾ പറയുന്നു. ഈ സമയം ഇടിഞ്ഞു പൊളിഞ്ഞ ആളൊഴിഞ്ഞ ഒരു ബിൽഡിംഗിൽ ഡോക്ടർ ഒക്ടോവിയസ് നിൽക്കുകയാണ്. എന്റെ ഭാര്യ മരിച്ചു, എന്റെ സ്വപ്നങ്ങളെല്ലാം മരിച്ചു, ആകെ അവശേഷിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ച ഈ കൈകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ആ കൈകൾ അയാളുടെ തലയ്ക്കുള്ളിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതായി അയാൾക്ക് തോന്നുകയും ഈ കൈകൾ ഇപ്പോൾ എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് നിർത്തിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ചിപ്പ് നോക്കുന്നു. എന്നാൽ അത് തകർന്നു പോയിരിക്കുകയാണെന്ന് അപ്പോഴാണ് അയാൾ അറിയുന്നത്. ഇനിയെല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിൽക്കുന്നതിനിടെ ആ കൈകളുടെ ദുഷ്ടശക്തി അയാളുടെ തലച്ചോറിലേക്ക് വരികയും അങ്ങനെയൊന്നും പിന്തിരിഞ്ഞു പോയാൽ പറ്റില്ലെന്നും ഞാൻ ഒന്നുകൂടി ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ എന്നും എന്റെ സ്വപ്നങ്ങൾ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നതല്ലെന്നും അയാൾ പറയാൻ തുടങ്ങും. ഈ പരീക്ഷണം ഒന്നുകൂടി നടത്തണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. പണം ഒപ്പിക്കാനായി ബാങ്ക് കൊള്ളയടിക്കാമെന്ന് അയാളുടെ ഉള്ളിലെ ശക്തി പറയുമ്പോൾ അതൊരിക്കലും വേണ്ടെന്ന് പറഞ്ഞ് അയാൾ പിന്മാറാൻ ശ്രമിക്കുമെങ്കിലും ആ കൈകൾ അയാളെ അതിനെ നിർബന്ധിക്കുന്നു. ഇതോടെ കൊള്ളയടിക്കാൻ തന്നെ അയാൾ തീരുമാനിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പരീക്ഷണം നടത്തി എല്ലാവരുടെയും മുന്നിൽ എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അയാൾ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ ബാങ്കാണ്. വീടിന്റെ ലോൺ തിരിച്ചടയ്ക്കാനായി പീറ്ററും അമ്മുമ്മയും അവിടെ എത്തിയിരിക്കുകയാണ്. ലോണിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പീറ്ററും അമ്മുമ്മയും അവിടുത്തെ ജീവനക്കാരനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ആ ബാങ്കിലെത്തുന്ന ഒക്ടോവിയസ് തന്റെ കൈകൾ ഉപയോഗിച്ച് ബാങ്കിന്റെ ലോക്കർ ഇളക്കി എറിയുകയും പീറ്ററും അമ്മുമ്മയും അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ആളുകളെല്ലാം ആകെ പരിഭ്രാന്തരായിരിക്കുകയാണ്. പീറ്റർ അപ്പോൾ തന്നെ സ്പൈഡർമാൻ ആവാനായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു.
ഒക്ടോവിയസ് ലോക്കറിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് പണമെല്ലാം വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സ്പൈഡർമാൻ അവിടേക്ക് വന്ന കാര്യം മനസ്സിലാക്കുന്ന അയാൾ പണമെടുത്ത് അവന്റെ നേർക്ക് എറിയാൻ തുടങ്ങുന്നു. എന്നാൽ സ്പൈഡർമാൻ അത് തിരിച്ച് അയാളുടെ നേർക്ക് തന്നെ എറിയുകയും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ വലയിടാൻ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് അത് വരാത്തത് കൊണ്ട് അടിയേറ്റ് നേരെ താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഉടൻ ഒക്ടോവിയസ് സ്പൈഡർമാനെ പിടികൂടിയിരിക്കുകയാണ്. നീ എനിക്ക് സ്ഥിരം ഒരു ശല്യമായി മാറുകയാണെന്നും നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ തീർക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അയാൾ സ്പൈഡർമാനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ അവൻ തന്റെ കയ്യിൽ നിന്ന് വലയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡെസ്കുകൾ വലിച്ചെടുക്കുകയും ഇതോടെ ആ ഡെസ്ക് നേരെ വന്നിടിച്ച് അയാൾ തെറിച്ച് ബാങ്കിന് വെളിയിൽ പോയി വീഴുകയും ചെയ്യുന്നു. സ്പൈഡർമാൻ ഓടി വരുമ്പോൾ അയാൾ കാറിന്റെ ഡോറുകളൊക്കെ അവന്റെ നേർക്ക് വലിച്ചെറിയുകയാണ്. ഇതിനിടെ പോലീസുകാരെല്ലാം അവിടേക്ക് വന്ന് അയാളുടെ നേർക്ക് തോക്കു ചൂണ്ടുകയും ഇതോടെ രക്ഷപ്പെടാനായി അവിടെ നിന്ന ഒരു സ്ത്രീയെ അവൻ പിടികൂടുകയും ചെയ്യുന്നു. പീറ്ററിന്റെ അമ്മുമ്മയെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ അവരെയും കൊണ്ട് അവിടുത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ സ്പൈഡർമാൻ അവിടേക്ക് വരികയും മര്യാദയ്ക്ക് അവരെ വിടാൻ അവനോട് പറയുകയും ചെയ്തു. ശരി, ദാ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മുമ്മയെ വിടുകയും അപ്പോൾ തന്നെ സ്പൈഡർമാൻ അവരെ വലയിട്ട് പിടിച്ച ശേഷം മുകളിലേക്ക് പൊക്കിയെടുക്കുകയും ചെയ്യും. ഉടൻ ഒക്ടാവിയസ് സ്പൈഡർമാനെ ആക്രമിക്കാൻ തുടങ്ങുകയും ഈ സമയം കൊണ്ട് മുകളിലേക്ക് പോകുന്ന അമ്മുമ്മ കൊടക്കമ്പിയിൽ അവിടെ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയും ഒടുവിൽ അമ്മുമ്മയെ രക്ഷിക്കാനായി സ്പൈഡർമാൻ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ പിന്നെയും സ്പൈഡർമാനെ അടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ അടികൂടി ഏറിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചടിച്ച് പോകുന്നതിനിടെ ഒരിടത്ത് കുടുങ്ങി നിന്ന് രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം കൊണ്ട് കൊടയിൽ നിന്ന് പതിയെ പതിയെ പിടിവിട്ട് പൂർണ്ണമായി അമ്മുമ്മയുടെ പിടിവിടുമെങ്കിലും അവർ താഴത്തെ ഭിത്തിയിൽ ചവിട്ടി നിൽക്കുകയാണ്. ഈ സമയം കൊണ്ട് ഒക്ടോവിയസ് സ്പൈഡർമാനെ അടിച്ച് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് കളയുന്നു. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒക്ടോവിയസ് വീണ്ടും അമ്മുമ്മയെ പിടികൂടിയിരിക്കുകയാണ്. ഞാൻ നിനക്ക് ഒരു തവണ വാണിംഗ് തന്നതാണ്, പക്ഷേ നീ കേട്ടില്ല. അതുകൊണ്ട് ഇവരെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് ഒക്ടോവിയസ് പറയുമ്പോൾ സ്പൈഡർമാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലാനായി വലയിൽ വലിഞ്ഞു നിന്ന് ചാടി അവന്റെ നേർക്ക് ചെല്ലുന്നു. എന്നാൽ അവൻ സ്പൈഡർമാനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് കാണുന്ന അമ്മുമ്മ കൊടക്കമ്പി ഉപയോഗിച്ച് ഒക്ടോവിയസിന്റെ തലമണ്ട അടിച്ചു പൊളിക്കുകയും സ്പൈഡർമാൻ രക്ഷപ്പെടുമെങ്കിലും അമ്മുമ്മ താഴേക്ക് പോവുകയും ചെയ്യുന്നു. സ്പൈഡർമാൻ അപ്പോൾ തന്നെ അവരെ പിടിക്കാനായി പിറകെ ചെല്ലുകയും വലയിട്ട് അവരെ രക്ഷപ്പെടുത്തി തൂങ്ങി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഒക്ടോവിയസ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ സ്പൈഡർമാൻ അവരെ സേഫായി ഒരിടത്ത് കൊണ്ട് ഇറക്കുകയും അവർ അവനോട് നന്ദിയൊക്കെ പറയുകയും നീ ഏത് വീട്ടിലെയാ മോനെ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് ഒന്നും പറയാതെ അവൻ അവിടെ നിന്ന് പോയി കളയുന്നു. അങ്ങനെ സ്പൈഡർമാൻ അവിടെ നിന്നെല്ലാം തൂങ്ങിയാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളൊരു സ്പൈഡർമാൻ ഫാനാണോ? സ്പൈഡർമാനെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. എന്നാൽ ഇതാ സ്പൈഡർമാനെ പോലെ കയ്യിൽ നിന്ന് വലയിടാൻ പറ്റുന്ന ഒരു കിടിലൻ ടോയ്. സ്പൈഡർമാൻ ആയിക്കൊണ്ട് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിലേക്ക് ഷോ കാണിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 349 രൂപയ്ക്ക്. വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യൂ. വാങ്ങിയ ശേഷം അതുപയോഗിച്ചുള്ള നിങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യൂ. തിരഞ്ഞെടുക്കുന്ന മികച്ച 5 ഫോട്ടോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം മികച്ച ഒരു ഫോട്ടോയ്ക്ക് സമ്മാനവും കിട്ടുന്നതാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ അടുത്ത ദിവസം രാത്രി ഒരു ബഹിരാകാശ യാത്രികന്റെ പരിപാടിയിൽ പത്രത്തിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പീറ്റർ എത്തിയിരിക്കുകയാണ്. അവൻ ഫുഡ് എടുക്കാൻ നോക്കുമ്പോൾ അത് മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകുന്നു. തേഞ്ഞു നിൽക്കുന്നതിനിടെ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അടപ്പൂരാൻ മറന്നു പോവുകയും അപ്പോഴേക്കും അവർ പോവുകയും ചെയ്യും. അങ്ങനെ അവിടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അവർ ബഹിരാകാശ യാത്രികനെ അവിടേക്ക് വിളിക്കുന്നു. പീറ്റർ നോക്കുമ്പോൾ അവനോടൊപ്പം മോഡലായി മേരി ജെയിൻ ഇറങ്ങി വരുന്നത്. ഇത് കണ്ട് അവന്റെ കിളി ആകെ പോകുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന അവൻ ഫുഡ് എടുക്കാൻ നോക്കുമ്പോഴും തേഞ്ഞൊട്ടി നിൽക്കുകയാണ്. ശേഷം നേരെ ചെന്ന് അവൻ മേരി ജെയിനെ കാണുകയും നിന്റെ നാടകം കാണാൻ വരാത്തതിൽ വിഷമമുണ്ടോന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. എന്റെ നാടകങ്ങളെല്ലാം ഹാരി ഉൾപ്പെടെ പലരും കണ്ടിട്ടുണ്ട്. വയ്യാത്ത എന്റെ അമ്മ വരെ അത് കാണാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഏറെ കാത്തിരുന്ന നീ ഇന്ന് വരെ എന്റെ നാടകങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ പീറ്റർ വിഷമത്തോടെ വെള്ളമെടുത്ത് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാലി ഗ്ലാസ് ആണ്. അങ്ങനെ അന്നവിടെ പരിപാടി നടക്കുകയാണ്. ജോൺ അവിടെ സംസാരിക്കുന്നതിനിടെ ഈ മേരി ജെയിൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ നമ്മുടെ കല്യാണം നടക്കുമെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് പീറ്റർ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞ് അവൻ ഹാരിയെ ചെന്ന് കാണുന്നു. നീ ഇന്ന് ഓവറായി കുടിക്കുന്നുണ്ടല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ആ ഒക്ടോവിയസിന് വേണ്ടി ഞാൻ പണമിറക്കി എല്ലാം തൊലഞ്ഞ് നശിച്ചിരിക്കുകയാണെന്നും നിന്റെ കൂട്ടുകാരൻ സ്പൈഡർമാനും കൂടി വന്നാണ് അവിടെ മൊത്തം കുളമാക്കിയതെന്നും ഒക്കെ അവൻ പറയുന്നു. സ്പൈഡർമാൻ അത്ര പ്രശ്നക്കാരനല്ലെന്നൊക്കെ പീറ്റർ പറയുമ്പോൾ എന്റെ അച്ഛനെ കൊന്നവനാണ് സ്പൈഡർമാൻ, അത് നിനക്കും അറിയാവുന്നതാണ്, എന്നിട്ട് നീ അവനെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പീറ്ററിനിട്ട് പൊട്ടിക്കുന്നു. ഈ സമയം ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിംഗിൽ ഇരുന്ന് ഒക്ടോവിയസ് തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി പരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞ് സ്പൈഡർമാൻ വലയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വല വരാതാവുകയും അവൻ നേരെ ചെന്ന് താഴേക്ക് വീഴുകയും ചെയ്യും. ശേഷം അവൻ എഴുന്നേറ്റ് നിന്ന് വീണ്ടും വലയിടാൻ ശ്രമിക്കുമ്പോൾ അതിന് കഴിയുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവിടുത്തെ ഭിത്തിയിലൂടെ പതിയെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ കയറിക്കൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ പിടുത്തം വിട്ടുപോവുകയും അവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന്
തകർന്നു വീഴുകയും ചെയ്യുന്നു. ഇതോടെ തന്റെ ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലാവുന്നു. ഇതിനിടെ അവിടെ പത്രം കണ്ട് അവൻ എടുത്തു നോക്കുമ്പോൾ അവന്റെ കാഴ്ചയും മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ ബാങ്ക് കൊള്ളയടിച്ചു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതോടെ അവന് ആകെ വിഷമമാവുകയും എന്തൊക്കെ നല്ലത് ചെയ്തിട്ടും എല്ലാവരും കുറ്റപ്പെടുത്തുകയാണെന്ന് ചിന്തിക്കുകയും ചെയ്യും. പിറ്റേന്ന് അവൻ ഡോക്ടറിനെ ചെന്ന് കാണുകയും അയാൾ അവനെ കുറെ പരിശോധിച്ച ശേഷം നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോ ഉറങ്ങാൻ കഴിയുന്നില്ല, എല്ലാ ദിവസവും ദുസ്വപ്നം കാണുകയാണ്. എന്റെ സ്വപ്നത്തിൽ ഞാനാണ് സ്പൈഡർമാൻ, പക്ഷേ എനിക്ക് എന്റെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചുമരിൽ കയറുമ്പോഴും വലയിടുമ്പോഴും ഒക്കെ മറിഞ്ഞു വീണു പോവുകയാണ് എന്നൊക്കെ അവൻ പറയുമ്പോൾ ഡോക്ടർ ഒന്ന് ചിരിക്കുകയും ഇതൊരു വല്ലാത്ത സ്വപ്നം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് ഇരുന്ന് അവനോട് സംസാരിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ഓരോ വ്യക്തിത്വമുണ്ട്, അത് നമ്മൾ സ്വയം തിരിച്ചറിയണം. നീ ആരാണെന്ന് നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ മറ്റൊരാളാവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നൊക്കെ അദ്ദേഹം പറയും. ഇത് കേട്ട് അന്ന് രാത്രി മുഴുവൻ അവൻ ആലോചിക്കുകയും പീറ്ററായി തന്നെ ഇരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. അന്ന് രാത്രി അവൻ സ്പൈഡർമാന്റെ വേഷമെല്ലാം കൊണ്ടുപോയി വേസ്റ്റ് കുട്ടയിൽ ഇടുകയും പീറ്റർ ആവാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്യും. പിറ്റേന്ന് മുതൽ അവൻ കണ്ണാടിയൊക്കെ വെച്ച് സാധാരണ പീറ്റർ ആയിരിക്കുകയാണ്. സ്പൈഡർമാനിൽ നിന്ന് അവൻ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഓരോ പ്രശ്നങ്ങളുണ്ടായി പോലീസൊക്കെ പോകുന്നത് കാണുമെങ്കിലും അവനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ക്ലാസ്സിലൊക്കെ അവൻ സാറ് ചോദിക്കുന്നതിന് കൃത്യമായി തന്നെ മറുപടിയൊക്കെ പറയുന്നു. ക്ലാസ് കഴിഞ്ഞ് സാറ് അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് മേരി ജെയിന്റെ നാടകം കാണാനൊക്കെ കൃത്യമായി തന്നെ അവൻ ചെല്ലുകയും അവനെ സദസ്സിൽ കണ്ട് നാടകത്തിനിടെ അവളുടെ കിളി പോവുകയും ചെയ്യും. അന്ന് നാടകം കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ മേരി ജെയിനോടൊപ്പം ചെന്ന് സംസാരിക്കുന്നു. നീ ഇപ്പൊ പഴയതുപോലൊന്നും അല്ലല്ലോ എന്ന് മേരി ജെയിൻ ചോദിക്കുമ്പോൾ ഇനി മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കുമെന്നും ഇതുവരെ പറയാത്ത ഒരു കാര്യം ഞാൻ പറയുകയാണെന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവൾ അവനോട് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഇനി അതൊന്നും നടക്കില്ലെന്നും പറയുമ്പോൾ നീ ഒന്നുകൂടി ആലോചിക്കാനും ഞാനിപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുകയാണെന്നും മുമ്പ് എനിക്ക് ഒരുപാട് കടമകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞതെന്നും ഇപ്പോൾ ഞാൻ എല്ലാം വിട്ട് ഫ്രീ ആയിരിക്കുന്നു എന്നും ഒക്കെ പറയുന്നു. എന്നാൽ ഇതൊന്നും അവൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അതിനൊക്കെ ഓരോ സമയമുണ്ട്, ഇപ്പൊ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, എനിക്കിനി നിന്നെ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയി കളയുന്നു. പിറ്റേന്ന് പീറ്ററും അമ്മുമ്മയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടിൽ നിൽക്കുകയാണ്. ഇതിനിടെ അങ്കിളിന്റെ കാര്യം അമ്മുമ്മ പറയുകയും അന്ന് നിന്നെ കൊണ്ടുവിടാനായി അദ്ദേഹം വന്നപ്പോഴാണ് മരണപ്പെട്ടതെന്നും പോയില്ലായിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പാർക്കർ പറയുകയും അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യും. അന്ന് ഞാൻ ലൈബ്രറിയിലേക്കല്ല പോയത്, കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു റെസ്ലിംഗ് സ്റ്റേഡിയത്തിലേക്കാണ്. പക്ഷെ അന്ന് അവർ എനിക്ക് പണം തന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ ഒരു കള്ളൻ അവരുടെ പണവും പിടിച്ചു പറിച്ച് പുറത്തേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടു. എനിക്ക് അവനെ തടയാമായിരുന്നു, എന്നിട്ടും ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പോകുന്നതിനിടയിലാണ് അവൻ കാറിന് വേണ്ടി അങ്കിളിനെ കൊന്നത്. അങ്കിൾ മരിക്കാൻ കാരണം ഞാനാണ്. ഞാൻ അന്ന് ആ കള്ളനെ തടഞ്ഞിരുന്നെങ്കിൽ അങ്കിൾ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പീറ്റർ പറയുകയും അമ്മൂമ്മയ്ക്ക് ആകെ വിഷമമായിക്കൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. പിന്നീട് പത്ര ഓഫീസാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരാൾ വരികയും എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പൈഡർമാന്റെ ഡ്രസ്സ് അവരെ കാണിക്കുകയും ചെയ്യുന്നു. ഇതിനർത്ഥം അവൻ പരാജയം സമ്മതിച്ചു എന്നാണ്. ഇത് ഇപ്പോൾ തന്നെ പത്രത്തിലൊക്കെ അടിച്ചു കൊടുക്കാൻ അയാൾ പറയുകയും സ്പൈഡർമാൻ ഇനി വരില്ലെന്ന് പത്രത്തിൽ അടിക്കുകയും ചെയ്യും. പിറ്റേന്ന് പീറ്റർ നടന്നു വരുമ്പോൾ അവിടെ ഒരാളെ രണ്ടുപേർ പണത്തിന് വേണ്ടി ആക്രമിക്കുന്നതായി കാണുകയും എന്നാൽ പീറ്റർ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ഹാരിയെയാണ്. അവൻ തന്റെ വിഷമം തീർക്കാനായി കുടിച്ച് നിൽക്കുകയാണ്. സ്പൈഡർമാന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് നിന്നെ കിട്ടിയാൽ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ പതിയെ നടന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ആ ബിൽഡിംഗ് കുലുങ്ങുകയും എന്തോ സംഭവിക്കാൻ പോകുന്നതായി അവന് തോന്നുകയും ചെയ്യും. അവൻ പതിയെ നടന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒക്ടോവിയസ് അവനെ ആക്രമിച്ച് അവിടേക്ക് കയറി വന്നിരിക്കുകയാണ്. ഉടൻ തന്നെ അയാൾ വീണ് കിടക്കുന്ന ഹാരിയെ തൂക്കിയെടുക്കുകയും താഴേക്ക് തൂക്കി പിടിച്ച ശേഷം നിന്റെ കമ്പനിയിലെ അമൂല്യമായ ആ ട്രിഡിയം എനിക്ക് വേണമെന്ന് പറയുന്നു. ശരി, ഞാൻ തരാമെന്ന് അവൻ പറയുമ്പോൾ അയാൾ അവനെ താഴെ ഇറക്കുകയും ഉടൻ അവൻ എഴുന്നേറ്റ് ആ ട്രിഡിയം ഞാൻ തരണമെങ്കിൽ നീ എനിക്ക് സ്പൈഡർമാനെ എങ്ങനെയെങ്കിലും ജീവനോടെ എന്റെ കയ്യിൽ എത്തിക്കണമെന്ന് അവൻ പറയുമ്പോൾ അവനെ എങ്ങനെ ഞാൻ കണ്ടെത്തുമെന്ന് ഒക്ടോവിയസ് ചോദിക്കുകയും സ്പൈഡർമാൻ പീറ്ററിന്റെ ഫ്രണ്ട് ആണെന്നും പീറ്ററിനെ നന്നായിട്ടൊന്ന് കുടഞ്ഞാൽ സ്പൈഡർമാൻ എവിടെയുണ്ടെന്ന് അവൻ പറഞ്ഞു തരുമെന്നും ഹാരി പറയുന്നു. ഇതോടെ ഒക്ടാവിയസ് പീറ്ററിനെ പൊക്കാനായി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പീറ്റർ ഒരിടത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടെ എന്തോ ശബ്ദം കേട്ട് അവൻ പോയി നോക്കുമ്പോൾ ഒരു കെട്ടിടത്തിന് തീ പിടിച്ചിരിക്കുകയാണ്. സ്പൈഡർമാൻ ആവാൻ ശ്രമിക്കുമെങ്കിലും അവനിപ്പോൾ മാറിയതോർത്ത് ഒന്നും ചെയ്യാതെ നിൽക്കും. ഇതിനിടെ ഒരു വിളി കേട്ട് അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ നിലയിൽ ഒരു കുഞ്ഞ് പെട്ടു നിൽക്കുകയാണെന്ന് ഒരാൾ പറയുകയും അവൻ ഓടിച്ചെന്ന് ഒന്നും നോക്കാതെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. അങ്ങനെ തീയുടെയൊക്കെ ഇടയിലൂടെ മുകളിലേക്ക് കയറി അവിടുത്തെ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ അവന് പഴയതുപോലെ അത് പൊളിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും അത് ചവിട്ടി പൊളിക്കുകയും എല്ലാത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അലമാരിക്കുള്ളിൽ കുഞ്ഞ് ഒളിച്ചിരിക്കുന്നതായി കാണുകയും ചെയ്യും. അങ്ങനെ അവൻ അതിനെയും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൻ പോകുന്ന വഴിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. അവന് എങ്ങോട്ടും പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. മൊത്തത്തിൽ തീ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുഞ്ഞുമായി അവൻ രണ്ടും കൽപ്പിച്ച് ഓടി അപ്പുറത്തേക്ക് ചാടുന്നതിനിടെ ഭിത്തി ഇടിഞ്ഞു വീഴുകയും അവൻ അതിൽ തൂങ്ങിക്കിടക്കുന്നതോടെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കയറാൻ കഴിയാതെ കിടക്കുന്ന അവനെ ആ കുഞ്ഞ് സഹായിക്കുകയും അവൻ ഒരുവിധം മുകളിലെത്തിയ ശേഷം കുഞ്ഞുമായി ഓടുകയും ചെയ്യുന്നു. ശേഷം ഒരുവിധം പുറത്തെത്തുന്ന അവൻ
തളർന്ന് ഓടിച്ചെന്ന് കുഞ്ഞിനെ രക്ഷിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ഒരു കുഴപ്പവും പറ്റാതെ അവർക്ക് കുഞ്ഞിനെ കിട്ടുകയും ചെയ്യും. അങ്ങനെ അല്പം കഴിഞ്ഞ് ഓക്സിജനൊക്കെ പിടിച്ചുകൊണ്ട് പീറ്റർ ഇരിക്കുകയാണ്. ഇതിനിടെ ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ വന്ന് 4ാം നിലയിലൊക്കെ കുറെ പേർ പെട്ടുകിടക്കുകയാണെന്നും അവരാരും രക്ഷപ്പെടാൻ ഇനി ചാൻസ് ഇല്ലെന്നുമൊക്കെ മറ്റൊരാളിനോട് പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന പീറ്റർ താനിപ്പോഴും സ്പൈഡർമാൻ ആയിരുന്നെങ്കിൽ അവരൊന്നും മരിക്കില്ലെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അവൻ അമ്മുമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ അവിടെ നിന്ന് എല്ലാം പറക്കി കെട്ടി താമസം മാറുകയാണ്. അമ്മുമ്മ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ബാങ്കിലെ ലോണൊന്നും അടയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലെന്നും വീട് ജപ്തി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് താമസം മാറുകയാണെന്നും ഒക്കെ അമ്മുമ്മ പറയും. ഇന്നലെ അങ്കിളിന്റെ കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ദേഷ്യത്തിലെങ്ങാനുമാണോ പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല മോനെ, അക്കാര്യം ഓർത്തൊന്നും നീ വിഷമിക്കണ്ട. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. അങ്കിളിന് അവിടെ വെച്ച് മരിക്കാനായിരുന്നു വിധി, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലാതെ നീ തെറ്റുകാരനൊന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ അമ്മുമ്മയെ സഹായിച്ചുകൊണ്ടിരുന്ന പയ്യൻ പീറ്ററിന്റെ അടുത്ത് വന്ന് നീയല്ലേ സ്പൈഡർമാന്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അമ്മുമ്മ ഇനി അവന്റെ പടം പത്രത്തിലൊന്നും വരില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പല കാരണങ്ങളും കൊണ്ട് ഇവിടം വിട്ടുപോയെന്നും ഇനി വരില്ലെന്നും പീറ്റർ പറയുന്നു. യഥാർത്ഥത്തിൽ സ്പൈഡർമാൻ വളരെ നല്ല ഒരു മനുഷ്യനാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതും അവനാണ്. എനിക്കൊരാപത്ത് വന്നപ്പോൾ സഹായിച്ചതും അവനായിരുന്നു. അവനാണ് യഥാർത്ഥ ഹീറോ. ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവൻ. നീ ഇനി എന്തെങ്കിലും അവനെ കാണുന്നുണ്ടെങ്കിൽ അവനോട് തിരികെ വരാൻ പറയണം. ഈ നാട് മുഴുവൻ അവനെ കാത്തിരിക്കുകയാണെന്ന് നീ അവനോട് പറയണമെന്ന് അമ്മൂമ്മ പറഞ്ഞു. അന്ന് പീറ്റർ ഒരു ബിൽഡിംഗിന്റെ മുകളിൽ ചെന്ന് നിൽക്കുകയും ഞാൻ വീണ്ടും സ്പൈഡർമാൻ ആയേ പറ്റുള്ളൂ എന്നും എന്റെ ശക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പം അറിയണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ ബിൽഡിംഗിന് മുകളിലൂടെ വളരെ വേഗത്തിൽ ചാടാൻ വേണ്ടി ഓടുകയും ഓടി ഒടുവിൽ തൊട്ടടുത്ത ബിൽഡിംഗിലേക്ക് ചാടുകയും ചെയ്യും. എന്നാൽ പഴയതുപോലെ അവന് അപ്പുറത്തെത്താൻ കഴിയാതെ അവൻ നേരെ താഴേക്ക് പോവുകയും അവിടെ തുണി വിരിച്ചിട്ടിരുന്ന വള്ളിയിലൊക്കെ തൂങ്ങി ഭിത്തിയിലൊക്കെ ഇടിച്ച് തറയിൽ വന്ന് വീഴുകയും ചെയ്യും. ശേഷം എഴുന്നേറ്റ് എന്റെ മുതുപോയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അടുത്ത ദിവസം മേരി ജെയിൻ പീറ്ററിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. നീ എന്തിനാ വിളിച്ചതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു എന്നും ഷോ കഴിഞ്ഞ അന്ന് രാത്രി നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു എന്നും അവൾ പറയും. എനിക്ക് നിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുന്നില്ല. നിന്നോടുള്ള ഇഷ്ടം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാനും നിന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് അവൾ പറയുമ്പോൾ ഞാനിപ്പോ വല്ലാത്ത ഒരു അവസ്ഥയിലാണെന്നും ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്ക് ഇനിയും ഏറ്റെടുക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് ഞാൻ അന്ന് രാത്രി പറഞ്ഞൊക്കെ നീ വിട്ടുകളയണമെന്നും പീറ്റർ അവളോട് പറയുന്നു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്ക് നിന്നെ ഒട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ മേരി ജെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പിന്നിൽ എന്തോ സംഭവിക്കുന്നതായി പീറ്ററിന് തോന്നുകയും പെട്ടെന്ന് അവൻ അവളെയും വലിച്ചുകൊണ്ട് ചാടി മറിഞ്ഞ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ശേഷം അവർ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒക്ടോവിയസ് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. നീയും കാമുകിയും ഇവിടെ ഡേറ്റിംഗിന് വന്നതായിരിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പീറ്ററിനെ പിടികൂടുകയും സ്പൈഡർമാൻ എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്കറിയില്ലെന്നൊക്കെ പീറ്റർ പറയുമ്പോൾ എങ്ങനെയും കണ്ടുപിടിച്ച് വൈകിട്ട് 3 മണിക്ക് പടിഞ്ഞാറുള്ള ടവറിൽ വന്ന് എന്നെ കാണണമെന്ന് അവനോട് പറഞ്ഞേക്കാനും സമയം കഴിഞ്ഞിട്ടും അവൻ വന്നില്ലെങ്കിൽ നിന്റെ കാമുകിയെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ പീറ്ററിനെ വലിച്ചെറിഞ്ഞ ശേഷം മേരി ജെയിനെയും തൂക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അല്പസമയത്തിനുള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ നിന്ന് പീറ്റർ ചാടി എഴുന്നേൽക്കുകയും ദേഷ്യത്തോടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. നോക്കുമ്പോൾ അവന് കണ്ണാടിയില്ലാതെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതോടെ സ്പൈഡർമാന്റെ ശക്തി തിരിച്ചു കിട്ടിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലാവുകയും അവൻ ഒക്ടോവിയസുമായി നല്ല ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയും ചെയ്യും. സിനിമയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.